അങ്ങനെ പറയരുത്. കേട്ടതിന് ഉത്തരം ആർക്കും പറയാം. അങ്ങനെയല്ലേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറയരുത്. മധു പറഞ്ഞത് ശരിയായില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ മുതലാളിയല്ലേ, ഈ ചാനലിന്റെ മുതലാളിയാണ് ഞാൻ. നമ്മൾ ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ ഇവര് തമ്മിലുള്ള ഡിബേറ്റ് ഉണ്ടല്ലോ, ഈ ചാനലില് വാർത്താ അവതാരകർ തമ്മിലിരുന്ന് അതിന്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടാവും. അത് ഞാൻ പറയണില്ല പുള്ളിനെ കുറിച്ച്. മുതലാളി ആയതുകൊണ്ട് മാത്രം അവിടെ ഒരു സീറ്റ് കിട്ടിയ ഒരു കക്ഷി. ഡിബേറ്റ് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ ചില സമയത്ത് മൊബൈലിലാണ് കാണുന്നതെങ്കിലും മൊബൈൽ തല്ലി പൊട്ടിക്കാൻ തോന്നി. കാരണം അത്രയും കാച്ചറ ബഹളം. അത് എൻ്റെ ചാനലാണ്, ഞാൻ എന്തും എനിക്ക് തോന്നിയത് പറയുന്നുള്ള രീതിയിൽ വിഡ്ഢിത്തങ്ങളും ഒരു ലോജിക്കും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വിളിച്ച് പറയാൻ ഒരാൾ, വേറൊരാൾ ഡോക്ടർ എന്ന് പറയുന്ന ഒരു കക്ഷി. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്ന് കണ്ടു നോക്കി. 7-2 കോടി എന്നല്ല അതിന്. അതായത് ഞാൻ പറയുന്നത് വ്യക്തമാക്കി പറയാം. ബാങ്ക് റെക്കോർഡ് കാണിക്കുന്നത് CMRൽ നിന്ന് കൺസൾട്ടൻസിക്ക് ഇവർക്ക് കിട്ടിയ പണമുണ്ടല്ലോ, അത് പ്രൈമറി ആയി അടച്ചിരിക്കുന്നത് എംപവർ ഇന്ത്യ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് NBFC സ്ഥാപനമാണ്. അതെ, അങ്ങ് പറഞ്ഞോളൂ. അവിടെ കൊടുക്കുക കാശ്, മാധുവിന് കൊടുക്കുക കൈയടി. അല്ലാതെ പിന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെല്ലാം അറിയാം, ഇതല്ലേ ഇങ്ങനെയല്ലേ, അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് പറയുന്നത് എന്നെ സഹായിക്കണ്ട, അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ഈ കാര്യത്തിൽ സംസാരിക്കാനില്ല. എന്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ ഇഷ്ടം ഓപ്റ്റ് ചെയ്യുന്നു സാർ. അത് ഇത്ര ബാലിശമായി പോയി. മാധു അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് വിഷമമായിട്ടാ, ഇത്ര ബാലിശമായി പോയി. അങ്ങേ കാണിച്ചതുണ്ടല്ലോ, അതാണ് ബാലിശം. ഞാൻ പലപ്പോഴും കൈയുയർത്തി കാണിക്കാണ് ചെയ്യാറ്. അങ്ങ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കൈയുയർത്തി കാണിക്കാണ്. ഞാൻ ഇടപെട്ട സമയം ഞാൻ പിൻവലിച്ചു. ബാക്കി 2 മിനിറ്റ് കൂടെ അധികം തരാം, പറഞ്ഞോളൂ. എനിക്ക് ഈ പറയുന്ന സമയത്തിന്റെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. അങ്ങയോട് ഇവിടെ നേരത്തെ ഈ ചർച്ചയിൽ ഇരുന്ന ഒരാൾ പറഞ്ഞു, പുച്ഛിച്ച് ചിരിക്കുകയല്ല ഒരു കാര്യം എന്തും സഹിക്കാം. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയില്ലേ, ഇയാളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഇതിലേ കയറി. ഞാൻ സത്യത്തിൽ ഇത് കാണാറില്ല. ഞാൻ ഈ മാധു ഇങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ചർച്ച ആരെങ്കിലും കാണും? ഒന്നാമത് ലോജിക്കലി അല്ല സംസാരിക്കുന്നത്. അങ്ങനെ പറയരുത്. കേട്ടതിന് ഉത്തരം ആർക്കും പറയാം. അങ്ങനെയല്ലേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറയരുത്. മധു പറഞ്ഞത് ശരിയായില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ മുതലാളിയല്ലേ, ഈ ചാനലിന്റെ മുതലാളിയാണ് ഞാൻ. ഇനി ഞാൻ ചിരിക്കണില്ല. ഞാൻ ഇവിടെ നല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചിരിക്കണില്ല. നാണം കെടുത്തരുത് മനുഷ്യനെ. ഈ നാട്ടിലൊരു സ്റ്റാറ്റസ് ഒക്കെ ഉള്ളതാണ്, നിലവിലുള്ള ആളാണ് ഞാൻ. എന്നെ നാണം കെടുത്തരുത് പ്ലീസ്. അങ്ങ് ചിരിക്കോ കരയോ എന്താ ചെയ്തോ.